ഇന്നത്തെ ദിവസം തുടങ്ങുന്ന തന്നെ അമ്മാമ്മയുടെ അടുത്ത് നിന്നാണേ. ഞാൻ എണീക്കാനായിട്ട് ഉച്ചയായപ്പോൾ നല്ല വിശപ്പ് കാര്യങ്ങളുണ്ട്. അപ്പോൾ തന്നെ റെഡിയായി ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് പോവാണ്. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത് ഞാൻ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്ന കായിസ് കിച്ചൺ എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. ഞാനിവിടെ സ്ഥിരം വരുന്നതാണ്. അപ്പോൾ ഇവിടെ വരാനായിട്ടുള്ള മെയിൻ റീസണുകൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന് നല്ല ക്വാളിറ്റിയും ടേസ്റ്റുമാണ്. അതേപോലെ തന്നെ ഇവിടെ ബിരിയാണി അൺലിമിറ്റഡ് റൈസാണ്. ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീഫ് ബിരിയാണിയാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ബിരിയാണിയാണ്. 190 രൂപയാണ് വിലയായി ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ബിരിയാണി കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ബിരിയാണിയുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അവിടെ നിന്ന് ബിരിയാണിയും കഴിച്ച് നേരെ വീട്ടിൽ വന്ന് നല്ലൊരു ഉറക്കവും പാസ്സാക്കി. ഈവനിങ് ഉറക്കം എഴുന്നേറ്റ് ഗേൾ ഫ്രണ്ടിനെ കൂട്ടാനായിട്ട് വന്നേക്കാണ്. ഗേൾ ഫ്രണ്ടിൻ്റെ ജോലി കഴിഞ്ഞ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിനുശേഷം അവളെയും കൂട്ടി നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ലൊക്കേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈവനിങ് ഒക്കെ ഞങ്ങൾ സ്ഥിരം വരാറുള്ള ലൊക്കേഷനാണ്. അടിപൊളി ലൊക്കേഷനാണ്. അപ്പോൾ ഇവിടെ ഇന്ന് സൺസെറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം മഴയുടെ ചെറിയൊരു ഇതുള്ള കാരണം സൺസെറ്റ് ഒന്നും ഇല്ല. സൺസെറ്റ് ഉണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്ന്. അപ്പോൾ അതിനുശേഷം അവിടെ നല്ല മഴയും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ തിരിച്ച് അവളെ വീട്ടിൽ കൊണ്ടാക്കി വരുന്ന വഴിക്ക് എനിക്ക് നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലൊക്കേഷനിൽ ഞാൻ വരുന്ന വഴിക്ക് ബജ്ജി കാര്യങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അടിപൊളി ബജ്ജിയാണ്. തൃശ്ശൂർ ഒല്ലൂർ റൂട്ടിലാണ് ഈ ഒരു കടയുള്ളത്. അടിപൊളി കടയാണ്. ഞാനിവിടെ സ്ഥിരം ബജ്ജി കഴിക്കുന്നതാണ്. മുട്ട ബജ്ജി എൻ്റെ ഫേവറേറ്റ് ആണ്. ഉടനെ ഈ ഒരു മഴയത്ത് നല്ലൊരു കട്ടനം കുടിച്ചിട്ടാണ് ഞാൻ പോയത്. അതിനുശേഷം വീട്ടിൽ വന്ന് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് കൂട്ടുകാരായിട്ട് ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കാണ് ചായ കുടിക്കാനായിട്ട്. തൃശ്ശൂർ ഈസ്റ്റ്വുഡുള്ള ഈ ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ ചായ കുടിക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്നാക്സും അതുപോലെ തന്നെ കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴിച്ചത് കേക്ക്സും കോഫിയാണ്. ഇത് അടിപൊളി ഒരു കോംബോയാണ്. ഈ കോംബോ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കഴിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കഴിച്ചു നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. അതിനുശേഷം ഒരുപാട് സമയം ഫ്രണ്ട്സായിട്ട് സംസാരിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ.